ഒരു മനുഷ്യൻ 4 കുഞ്ഞുങ്ങൾക്ക് 4 അപ്പം കൊടുത്തു. ഓരോ ആൾക്കും ഓരോന്ന് വീതം. ഒന്നാമൻ അവന് കിട്ടിയ അപ്പത്തിനെ ഭക്ഷിച്ചു. അതവൻ്റെ പ്രകൃതം. രണ്ടാമൻ അവന് കിട്ടിയ അപ്പം മറച്ചു പിടിച്ച് മൂന്നാമൻ്റെ അപ്പം തട്ടിപ്പറിച്ചു. അതിനെ നമ്മൾ വികൃതി എന്ന് വിളിക്കും. നാലാമൻ തൻ്റെ അപ്പം മുറിച്ച് അപ്പമില്ലാതെ നിൽക്കുന്ന മൂന്നാമന് കൊടുത്തു. അതിനെ നമ്മൾ സുഹൃതം എന്ന് വിളിക്കും. പ്രകൃതക്കാരും വികൃതികൾ കാട്ടുന്നവരും സുഹൃത ജീവിതം നയിക്കുന്നവരും ചേർന്നതാണ് എല്ലാ സമൂഹവും. വികൃതികൾ കാട്ടുന്നവരെ നമുക്ക് വിലക്കാനാകില്ല. അവരെ നമുക്ക് തടയാനാവില്ല. രാത്രിയിൽ വിതയ്ക്കപ്പെടുന്ന കള പോലെയാണവർ. അവർ സുഹൃത്തത്തോടൊപ്പം വളരുക തന്നെ ചെയ്യും. എന്നാൽ വികൃതികൾ കാട്ടുന്നവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ മാറ്റാൻ സുഹൃത ജീവിതം നയിക്കുന്നവർ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ സുഹൃത ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോഴാണ് വികൃതിക്ക് മേൽ സുഹൃതം ജയം നേടുന്നത്. ഒരു ദേശം, ഒരു ഭവനം, ഒരു വ്യക്തി ജീവിതം പ്രകാശപൂർണമാകുന്നത് വികൃതിയെ സുഹൃതം കൊണ്ട് മറികടക്കുമ്പോഴാണ്.